ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ ഡേ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ അധിക കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ തന്നെ കേട്ടോ തുടർന്ന് പോകുന്നത്. രാവിലെ നീറ്റ് വന്നാൽ നമ്മൾ ബിസ്മി ചെല്ലിത്തു ആദ്യം തന്നെ ചെയ്യുന്നത് മക്കൾക്ക് സ്കൂൾക്ക് പോകാനുള്ള ചോറിന് വെള്ളം വെക്കുകയാണെന്നാണ് കേട്ടോ. അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റ പാടെ അത് വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ അവർ പോകുമ്പോഴത്തേക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റേതനുസരിച്ച് സമയത്ത് നീറ്റിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസ്മിയിൽ തുടങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ബിസ്മി ചെല്ലുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഫലങ്ങൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എടിപിടേനെ ഓരോ പണികളും ചെയ്യുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ബിസ്മിയൊക്കെ ചെല്ലാനില്ലേ. ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ശീലിച്ചിട്ടുണ്ട്. എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മിയൊക്കെ ചെല്ലിയിട്ടായിരുന്നു നമ്മൾ തുടർന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ വലുതാവിനനുസരിച്ച് നമ്മുടെ സമയക്കുറവും നമ്മുടെ അർജൻറ്റും കാരണം നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആരാണ്, ഏതാണ്, ഏത് മസ്തരായിക്കോട്ടെ അവർക്ക് അവരുടേതായിട്ടൊരു തുടക്കം ചെല്ലുന്ന ഒരു നാമം ഉണ്ടാവുമല്ലോ. അത് ചൊല്ലിക്കൊണ്ട് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രഭാതവും തുടങ്ങുന്നത് കേട്ടോ. അതിൻ്റെ റഹ്മത്ത് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണങ്ങളൊക്കെ എന്താ പറയുക, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അളവിനനുസരിച്ചും പാകത്തിനനുസരിച്ചും ഒക്കെ ഉണ്ടാക്കി വെക്കാൻ നോക്കുക കേട്ടോ. കാരണം വേസ്റ്റ് ആക്കാതെ നോക്കുക. ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ വില നമ്മൾ കൽപ്പിക്കട്ടോ. കാരണം ഓരോ ദിവസവും ഓരോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക. കാരണം നമ്മളോട് ചിലപ്പോൾ സാധനങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണക്കില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടും. മക്കൾ കഴിക്കും, എല്ലാവരും കഴിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ അതൊന്നും നമ്മൾ കരുതിയ പോലെ ആരും കഴിക്കാതെ അങ്ങനെ വേസ്റ്റായി പോകും. അത് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് കയറ്റും. പിറ്റേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അത് കളയും. അതിന് പകരം വേറെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ കയറ്റും. അങ്ങനെയൊക്കെയാണ് മിക്കവാറും ചെയ്യൽ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തട്ടോ. കാരണം നമ്മൾ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരണമെങ്കിലും നല്ല സന്തോഷവും റാഹത്തുമായ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവാതിരിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ കുടുംബ വഴക്കിന് മുന്നോട്ട് ഇറങ്ങാതിരിക്കുക. കാരണം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ആവുമ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തൊരു ജീവിതം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സമയം തർക്കിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിന് കൂടുതൽ ദേഷ്യമായിരിക്കും, ചിലപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആരാണോ ദേഷ്യം കൂടുതൽ എന്നില്ല അവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ക്ഷമിക്കുന്നതോടത്തോളം നമുക്ക് നല്ലതേ വരും കേട്ടോ. കാരണം ഒരാൾക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാഗത്തും നമ്മൾ ദേഷ്യം പ്രകടിക്കുമ്പോൾ അതൊരു വഴക്കായിട്ട് മാറും. അത് നമ്മുടെ മക്കൾ കാണും, അവർക്ക് ടെൻഷനാകും. കാരണം അവർ കണ്ടുപഠിക്കുന്നത് നമ്മളേണെന്നില്ല കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കട്ടോ. പിന്നെ ഭക്ഷണത്തിലേക്ക് നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ നമ്മൾ ഏത് സമയത്തും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി ഇടുമല്ലോ അരി വെള്ളത്തിലേക്ക്. അപ്പോൾ ആ വരിയൊക്കെ തെറിച്ച് പോകും. നമ്മൾ കയ്യിൽ നിന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തെറിച്ച് പോകും. അടുപ്പിൻ്റെയൊക്കെ നാനാഭാഗത്തേക്കും അരി തെറിച്ച് പോകും. ചിലരൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മൾ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കേട്ടോ. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്ഷമയോട് കൂടി ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കൽ കേട്ടോ. നമുക്ക് അർജൻറ്റായി ചെയ്യുമ്പോഴാണ് നമുക്ക് പാകപ്പിഴകൾ സംഭവിക്കുക. കാരണം നമ്മൾ സാവകാശം അതിനൊക്കെ നമ്മൾ ചെയ്യിച്ചാൽ സമയമാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മൾക്ക് 1 മണിക്കൂർ ലേറ്റായി എണീക്കുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മുൻകൂട്ടിയിട്ട് ആ സമയം മുന്നേ നീക്കുക. കാരണം 5 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കുക. കാരണം ആ ഉറക്കം നഷ്ടപ്പെട്ട് നമുക്ക് ഉച്ചക്കോ എപ്പോഴെങ്കിലും നമുക്ക് ഉറങ്ങി വീട്ടാനുള്ള സമയം നമ്മൾ കണ്ടെത്താൻ നോക്കട്ടോ. അപ്പോൾ നമ്മൾ ചോറിന് അരി ഇടുമ്പോൾ അരി തെറിച്ച് പോവുക, അരി അങ്ങനെ അടുപ്പിലേക്കൊക്കെ ചാടിപ്പോവുക. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഭക്ഷണത്തോടുള്ള ബഹുമാനക്കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ ഊറ്റി വെക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നും ചാടിയിട്ട് ചോറും തന്നെ അതേപോലെ തെറിച്ച് പോവുക. അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാരതൊക്കെ ഉണ്ടാവും. ഇൻ്റെതും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ അരി എടുത്തിട്ട് നമ്മൾ വീണ്ടും കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം നമ്മളത് തള്ളിക്കളയരുത്, അത് വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കട്ടോ. കാരണം അന്നത്തിന് നമ്മൾ നല്ലോണം പ്രാധാന്യം കൊടുക്കുക. പിന്നെ വേണ്ടത് ക്ഷമയാണ് കേട്ടോ. നമ്മൾ
എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാതെ ക്ഷമിച്ചിരിക്കുക. നമ്മൾ അള്ളാഹുവിനോട് പറയുക നമ്മളെ സങ്കടങ്ങൾ ഒരുപാട് ആൾക്കാരോട് വിളിച്ച് പറയുന്നതിനാൽ കൂടുതൽ നമ്മൾ സ്വന്തം നമ്മുടെ സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുക. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരുന്നതും പിന്നെ നൽകാതിരിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. കാരണം ചില സമയത്ത് ചില പരീക്ഷണങ്ങളാണ് അള്ളാഹു നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുക. കാരണം ചെറുപ്രായത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നല്ല ലാവിഷായിട്ട് ജീവിച്ചവരായിരിക്കും. കാരണം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയതാണ് ആലോചിക്കുക, അന്ന് എനിക്ക് അങ്ങനെ സുഖമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് ഇന്ന് അൽഹംദുലില്ലാ ഇങ്ങനെയുണ്ട്, നമ്മളെ കീഴെ ജീവിക്കുന്നവരിലേക്ക് നമ്മൾ എത്തി നോക്കട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ കഴിവാണ് നമ്മുടെ കുടുംബം വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നില്ല കേട്ടോ. അതിന് നമ്മൾ പരമാവധി നമ്മൾ എത്രയൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ അത്രയൊക്കെ ക്ഷമിക്കുക. പിന്നെ ദേഷ്യമുള്ളവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും താഴ്മ കാണിക്കുക. ദേഷ്യപ്പെടുന്നവരുടെ മുന്നിൽ നമ്മളും ദേഷ്യം കാണിച്ചാൽ അവരുടെ ദേഷ്യം കൂടും, ആ പ്രശ്നം വലുതാവും. അപ്പോൾ നമ്മളോട് ഒരാൾ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. തെറ്റ് ചെയ്തിട്ടാണ് ദേഷ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ആ തെറ്റ് നമ്മൾ തിരുത്താൻ നോക്കുക. അല്ല, നമ്മൾ തെറ്റൊന്നും ചെയ്താതെ സ്വന്തം ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും നമ്മളോട് ദേഷ്യം കാണിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പറയുക. അള്ളാഹു അതിന് നമുക്ക് എന്തായാലും ഒരു പരീക്ഷണം ഒരു മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. കാരണം ഓരോ ജീവിതവും പടച്ചോന് നമ്മളെ ജനിപ്പിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ജീവിതഘട്ടങ്ങൾ അയാൾക്ക് എന്താ പറയുക കണക്കാക്കിയിട്ടുണ്ടാവും. അതിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുക. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പണം ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ അള്ളാഹുവിൻ്റെ എന്താ പറയുക ഒരു അള്ളാഹുവിൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ മാത്രമാണ് നമ്മുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ 5 നേരത്തെ നിസ്കാരം നമ്മൾ നിസ്കരിക്കുക. നമ്മളതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കുകയാണ് ചെയ്യലില്ലേ. അപ്പോൾ ആ നിസ്കാരം നമ്മൾ തുടർന്ന് പോവുക. എന്തായാലും അതിന് ഓരോ സമയവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം മാറ്റി വെക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നമുക്ക് ഇത്ര തിരക്കുണ്ട്, നമുക്ക് വീട്ടു ജോലിയാണ്, നമുക്ക് ക്ലീനിങ് ഉണ്ട്, കുളിക്കാനുണ്ട്, അലക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നിസ്കാരത്തെ മാറ്റി വെക്കരുത്. കാരണം അത് അതിൻ്റെ ടൈമോട് കൂടി ചെയ്യാൻ നോക്കുക. കാരണം വീട്ടുജോലി എടുത്തിട്ട് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും തട്ടിക്കൊട്ടലും എന്താ പറയുക വൃത്തിയാക്കലും ആ സമയത്ത് നമ്മൾ നിസ്കാരം കളഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. കാരണം നിസ്കാരം നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും എന്താ പറയുക ജസ്റ്റ് ഒന്ന് മേലേക്കിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ നോക്കുക. കാരണം അതൊന്നും ഒരു കാരണമല്ല. നമ്മൾക്ക് അലക്കാനുണ്ടായിരുന്നു, നമുക്ക് ക്ലീനിങ്ങിനുണ്ടായിരുന്നു എന്നുള്ള കാരണങ്ങളൊന്നും ഒരിക്കലും നമുക്ക് നിസ്കാരത്തിന് ഒരു തടസ്സമല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു പോരുക. കാരണം പിന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് നിസ്കരിക്കാനോ നമ്മളെ പ്രാർത്ഥനകൾക്കോ എന്തെങ്കിലും തടസ്സം വന്നാൽ അത് നമ്മൾ പകരമായിട്ട് നിസ്കരിച്ച് വീട്ടിയെടുക്കുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ കുട്ടികളെ നമ്മളോടൊപ്പം നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കുക. നിസ്കാരം നല്ല മറ്റ് മതങ്ങൾക്ക് അവർക്ക് പല പല പ്രാർത്ഥനകളായിരിക്കും കേട്ടോ. ഞാൻ നമ്മുടെ ജീവിത രീതി അനുസരിച്ചിട്ടാണ് പറയുന്നത്. മറ്റ് മതസ്ഥർക്ക് അവർക്കനുസരിച്ച് പ്രാർത്ഥനകളും അമ്പലങ്ങളിൽ പോകലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ അവർ ചിട്ടയായിട്ട് ചെയ്യുക. കാരണം അത് നമ്മൾ ദൈവത്തിനോട് അടുക്കുന്ന പക്ഷം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മൾ കളിയിൽ മുഴുകിയിട്ട് നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സമയത്താണ് നമ്മൾ വീട്ടിയെടുക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. ജീവിതം എങ്ങനെയാണ് റാഹത്തിലും സന്തോഷത്തിലും ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് മാറുക. കാരണം കാലം വളരെ മോശം ഗതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ജീവിത സാഹചര്യം മോശത്തിലേക്കാക്കാതെ നല്ല കാര്യങ്ങളിലൂടെ മാത്രം നമ്മളെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുക. നമ്മുടെ വീട് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഇതിനുള്ളിൽ ഭയങ്കര സുഖമായിരിക്കും, എപ്പോഴും എല്ലാം ലാവിഷായിട്ടായിരിക്കുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും പ്രശ്നങ്ങൾ പലവർക്കും പല പോലെയായിരിക്കും. അതെല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഫുഡൊക്കെ തന്നെ നമ്മൾ കരുതുന്ന പോലെയുള്ള ലാവിഷായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും ഒരു വീട്ടിൽ എന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാഗതിയിൽ നിന്നും വന്നവരാണ്, നമ്മൾ സാധാഗതിയിൽ നിന്നും ജീവിച്ചവരാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിത ശീലങ്ങൾ കൊണ്ട് നടക്കാൻ നോക്കുക. ഫുഡൊക്കെ തന്നെ നമ്മൾ വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് എന്നും ഇന്നത് വേണമെന്നില്ല. വാശിയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വീട്ടിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ മക്കളൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ഭക്ഷണങ്ങളൊക്കെ ഉള്ളത് കൊടുത്ത് ശീലിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് മക്കൾക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്നില്ല ഇതൊക്കെ വരുമ്പോൾ പിന്നെ അവരും തന്നെ അവർ ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരിക. അന്ന് ചിലപ്പോൾ അവർക്കും തന്നെ നമ്മൾ പറയുന്ന പോലെ ജീവിത സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മൾ മിതമായ രീതിയിലുള്ളൊരു ജീവിത നിലവാരം പുലർത്തിക്കൊണ്ട് പോവുക. അപ്പോഴായിരിക്കും നമ്മുടെ കുട്ടികൾക്കും തന്നെ അതൊക്കെ തന്നെ മനസ്സിലായിട്ട് വരിക.
ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വീട്ടമ്മമാരെന്നായിരിക്കില്ലേ. നമ്മൾ ഇക്കമാരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നല്ലാതെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എന്തുണ്ട് എന്തില്ല എന്നൊന്നും. നമ്മൾ പറയുന്ന സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് തരും. അത് വെച്ച് നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, മക്കളെ നോക്കും. അങ്ങനെ ഒരുപാട് ചുമതലകൾ നമുക്കുണ്ട്. പക്ഷേ അതൊന്നും ചിലപ്പോൾ നമ്മൾ ഇക്കമാർക്ക് എത്രത്തോളം അറിയുമെന്ന് അറിയില്ല. എന്നാലും വേണ്ടില്ല, നമ്മൾ നമ്മളെ കഴിവിനനുസരിച്ച് നമ്മളെ വീടും കുടുംബവും ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം കുടുംബത്തിൽ നമ്മളായിട്ട് ചെന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ താഴ്ന്നു കൊടുത്തിട്ടും, നമ്മൾ എന്താ പറയുക, താഴ്ന്നു കൊടുക്കുക എന്നല്ല, നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഒരിക്കലും ഒരാളോട് വാശി പിടിച്ചിട്ടോ ഒരാളോട് ദേഷ്യം വന്നിട്ടോ നമുക്കൊന്നും നേടാനില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്നവരെ ചിലപ്പോൾ നമ്മൾ നാളെ കണ്ടില്ല എന്ന് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. കാരണം വാശിയും ദേഷ്യം ഒന്നിനും മറുപടിയല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക. അതേപോലെ നമ്മുടെ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് കേട്ടോ മൊബൈൽ ഫോൺ. മൊബൈൽ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നത്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മളെ ജീവിതത്തിലേക്ക് മൊബൈൽ ഫോൺ നമ്മളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം പഴയ പോലെ നമ്മളൊരു വീട്ടിലേക്ക് പോകാനോ നമുക്ക് ഒരാളോട് കാണാനോ സംസാരിക്കാനോ ഒന്നും നേരം കിട്ടാതെ വരുന്നുണ്ടല്ലേ. കുറച്ച് സമയം വന്നാൽ നമ്മൾ അപ്പോൾ ഫോണിലേക്ക് നീങ്ങും. ഫോണിൽ നമ്മൾ ഒന്ന് റോൾ ചെയ്യുമ്പോൾ പിന്നെ അടുത്തത് വരും. അങ്ങനെ 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 മാറി സമയം പോകുന്നത് അറിയില്ല. പക്ഷേ നമ്മളെന്താ പറയുക, സമയം ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരുപാട് ടൈം മൊബൈലിൽ കിടക്കുന്നവർക്കറിയാം അവരുടെ ടൈം ഒരുപാട് സമയം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. കാരണം നമ്മളെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടും നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു വെച്ചിട്ടും ബാക്കി സമയം ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈലിലേക്ക് നീങ്ങുക. മൊബൈൽ കാണണ്ടെന്നല്ല, അതിനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടുപിടിക്കട്ടോ. കാരണം വീട്ടിൽ കൂട്ടത്തോടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഇക്കമാരൊക്കെ വന്ന് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മൊബൈലിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. കാരണം കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, കുടുംബത്തിൻ്റെ ഒരു സന്തോഷം, കുടുംബത്തിൻ്റെ ഒരു ജോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒത്തൊരുമയോടെ ഇരുന്നിട്ട് സംസാരിക്കലും മറ്റു കാര്യങ്ങളും ചെയ്യലും ഒക്കെ കേട്ടോ. അല്ലാതെ ഓരോരുത്തരായി ഓരോ മൂലയിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ട് നീങ്ങി പോകുമ്പോൾ നമ്മുടെ ജീവിതമാണ് കേട്ടോ ഇടുങ്ങി പോകുന്നത്. അത് നമ്മൾ മറക്കാതിരിക്കുക. കാരണം മൊബൈലിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന പുതുതലമുറ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കട്ടോ. മൊബൈൽ ഫോണൊക്കെ എടുക്കുമ്പോൾ മക്കളോട് ഒരു പരിധി വിട്ടിട്ട് നമ്മൾ എടുക്കരുത് എന്ന് പറയാം. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയട്ടോ. മക്കൾ ചിലപ്പോൾ അനുസരിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളെ ഫോണിൽ അവർ ഉപയോഗിക്കുക, അത് നമ്മൾ മേടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം അവർക്ക് കൊടുക്കുക. അവരും തന്നെ ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്കും തന്നെ ബന്ധങ്ങളുടെ വിലയൊന്നും നമ്മളെ കുട്ടിക്കാലത്തെ പോലെ അവർക്ക് അറിയാതെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ നോക്കുക. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിനും ചുറ്റുപാടിനും നമ്മുടെ വൃത്തിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം ജീവിതത്തിൽ നമുക്ക് വൃത്തി വേണ്ട എന്നൊക്കെ ചിലർ പറയും. എന്തിനാ ഇത്ര ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം വൃത്തിക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അത് വിചാരിച്ചിട്ട് നമ്മൾ 24 മണിക്കൂറും വൃത്തിയാക്കിയിട്ട് നടക്കണം എന്നല്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ വൃത്തിക്കും പ്രാധാന്യം കൊടുക്കുക. കാരണം നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്കും തന്നെ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി അങ്ങനെയൊക്കെ പറയില്ലേ നമുക്ക്. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു എന്താ സുഖമില്ലായ്മ, നമുക്കൊരു ടെൻഷൻ അങ്ങനെയൊക്കെ വരില്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഇതും ഒക്കെ കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നല്ല ചിട്ടയോട് കൂടി ചെയ്യാൻ നോക്കട്ടോ. നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് മാറിപ്പോകുന്നതായിട്ട് കാണും. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരേപോലെ തുടർന്ന് ഇങ്ങനെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഡെയിലി റോട്ടിനൊക്കെ ചിലപ്പോൾ നമ്മളത് ഒരുപോലെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് അത്രത്തോളം ചിട്ടക്ക് കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ചിട്ടയിലും കാര്യത്തിലും കൊണ്ട് നടക്കാൻ നോക്കുക. കാരണം പെട്ടെന്നൊക്കെ ഒരു അതിഥി വരുമ്പോൾ നമ്മൾ ഓടിച്ചാടി, ചിലവരൊക്കെ അങ്ങനെ ഇരിക്കും, ഓടിച്ചാടിപ്പോയി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി വെക്കും. കാരണം അത് കാര്യമില്ല. നമുക്ക് ഗസ്റ്റുകളൊക്കെ എപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ അതിൻ്റെതായ ക്ലിയറോട് കൂടി ചെയ്യാൻ നോക്കട്ടോ. പിന്നെ പരിസരം, മുൻഭാഗം അതൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കുക. നമ്മളത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ, കുഞ്ഞു മക്കളൊക്കെ നമ്മളത് കണ്ടിട്ടാണ് പഠിക്കുക. പിന്നെ അടുക്കും ചിട്ടിയും അവരെയും ശീലിപ്പിക്കുക. അവർ എന്തെങ്കിലും എടുത്താൽ അത് അവിടെ ഇട്ട് പോകുമ്പോൾ നമ്മളത് എടുത്തു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വെക്കണം എന്നില്ലതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം എന്തെങ്കിലും തറയിലോ കാണുമ്പോൾ നമ്മൾ തന്നെ അതിലങ്ങോട്ട് ചവിട്ടിപ്പോയി എടുത്തു വെക്കാതെ പോകുമ്പോൾ മക്കളത് കണ്ടുപിടിക്കും. അവരും തന്നെ അതേപോലെ നിൽക്കും. ചില വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ കുട്ടികളുണ്ടെന്ന് തോന്നേയില്ല. കാരണം അത്രത്തോളം ക്ലിയർ ആയിട്ടായിരിക്കും. അത് നമ്മൾ പഠിപ്പിക്കുന്ന ശീലമാണ്, ആ വീട്ടിലെ രക്ഷിതാക്കൾ പഠിപ്പിക്കുന്ന ശീലമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം വ്യക്തമായിട്ട് തന്നെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അനുസരിക്കാതിരിക്കും. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും. പക്ഷേ ഒരു 2-3-4 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർക്കും അത് ശീലമാകും. ഒരു വേസ്റ്റ് കിട്ടിയാൽ പിന്നെ അവരത് വേസ്റ്റ് ബാസ്ക്കറ്റിലേ ഇടും. നിലത്തിടുന്ന ശീലം അവർ മാറ്റിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ പറയുന്നതല്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലാണ് അതിൻ്റെ ബർക്കത്തൊക്കെ കിട്ടുന്നത്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളെ വീട്ടിലത്തെ കാര്യം, നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മളാണ്, അത് മറ്റൊരാളല്ല. മറ്റൊരാൾ എന്ത് പറയുന്നു വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാതെ
നമ്മൾ ജീവിക്കാൻ നോക്കുക. അപ്പോഴൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലാവും. കുടുംബജീവിതം മറ്റൊരാളിലേക്ക് എത്തി നോക്കിയിട്ട് അതേപോലെ നമുക്കും വേണമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം താളം തെറ്റിപ്പോവുക. അല്ല, നമ്മളെ സമ്പത്തിനും സാമ്പത്തികത്തിനും ഒക്കെ അനുസരിച്ച് നമ്മളെ ഇക്കന്മാർക്ക് അനുസരിച്ച് ജീവിച്ചു പോന്നാൽ എന്നും നമുക്കും റാഹത്തുള്ളൊരു ജീവിതം കിട്ടും. അത് നമ്മൾ മറന്നു പോവാതിരിക്കുക. മറ്റുള്ളവർക്ക് എന്തുണ്ട്, അവർക്ക് എന്തുണ്ട്, നമുക്കതില്ലല്ലോ എന്നുള്ള സങ്കടങ്ങളും ടെൻഷനും ഇല്ലായ്കകളും പറയാതെ നമുക്കിതുണ്ടല്ലോ, നമുക്ക് ഇതില്ലാത്തവർ നമ്മളെ താഴെ ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരുപാട് കളിക്കോപ്പുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ ചിരട്ട വെച്ചിട്ടും പിന്നെന്താണ് മണ്ണ് വെച്ചിട്ടും ഇല കൊണ്ട് കയ്യിലുണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിച്ച് പോന്നിരിക്കുക. ചിലർക്ക് അന്നും ടോയ്സ് കിട്ടിയവരുണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മളങ്ങനെ ടോയ്സും കാര്യങ്ങളും വെച്ച് കളിച്ച് പോകുന്നതല്ല. പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ടോയ്സാണ്. അപ്പോൾ ഇക്കാരണം ഞാൻ പറയലുണ്ട്, എന്തിനാ ഇത്രത്തോളം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം എനിക്ക് എന്താ പറയുക, എനിക്കതൊക്കെ ഒരു എന്തോ പോലെ തോന്നും. ഒരുപാട് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇക്ക പറയും, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ, നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അത്രത്തോളം ഒന്നും വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കരുത്. കാരണം അവർക്ക് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാതും കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ പകച്ചു പോകുന്നില്ലത്. അപ്പോൾ നമ്മളാണ് അതൊക്കെ പറഞ്ഞ് മാറ്റി കൊടുക്കേണ്ടത്. അല്ല, നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മക്കളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കുട്ടികളെയും ഒക്കെ അങ്ങോട്ട് ഒഴിച്ചു വിട്ടാൽ അത് നമുക്ക് സങ്കടത്തിലേക്ക് നമ്മളെ എത്തിക്കൂട്ടും. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ആപത്തിലും പിന്നെ പ്രശ്നങ്ങളിലും വന്നു പോയാൽ അത് നമ്മളെയാണ് ബാധിക്കുക എന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നേക്കാൾ നല്ലതാണ് നമ്മളെ സാമ്പത്തികത്തിനും നമ്മളെ എന്താ പറയുക, നമ്മളൊരു ഇതിനും അനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് നമ്മൾ തളരാതിരിക്കുക. കാരണം പടച്ചവൻ്റെ ഒരു പരീക്ഷണമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എന്നും ഈ പരീക്ഷണം എന്താ മാറാത്തതെന്നൊക്കെ നമ്മൾ അപ്പോഴും ആലോചിക്കും, എന്താണ് എപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത് എന്നുള്ളത്. പക്ഷേ നമുക്ക് ചെറിയ പരീക്ഷണങ്ങൾ തരുമ്പോൾ അതിനനുസരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചോ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ ഈ തിരക്കിനിടയിൽ മറന്നു പോകുന്നതാണ്. കാരണം കാഴ്ചയില്ലാത്തവരുടെ കാര്യവും കേൾക്കാത്തവരുടെ കാര്യവും പിന്നെ കയ്യിനും കാലിനും അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുന്നവരുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോഴൊക്കെ നമുക്കറിയാം നമുക്ക് എത്രത്തോളം അർഹമത്താണ് പഠിച്ചോ തന്നിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ പറഞ്ഞത് ഒരു വീടിൻ്റെ കാര്യത്തിലേക്കും ഒരുപാട് ആൾക്ക് ചെറിയ വീടും വലിയ വീട് വാടക വീട് അങ്ങനെയൊക്കെ ആയിരിക്കും ചില ആൾക്കാർക്കുള്ള സങ്കടം. പക്ഷേ അതൊക്കെ പഠിച്ചവൻ്റെ പരീക്ഷണമാണ്, എന്നെങ്കിലും നമുക്ക് തരും. ഇനി ആ കാര്യത്തിൽ തന്നില്ലെങ്കിൽ പഠിച്ചവൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ശക്തമായിട്ട് നമുക്കൊരു ബലം തരും. അപ്പോൾ നമുക്ക് ആ ബലം നമുക്ക് നല്ലൊരു ബലം തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തളരാതെ നമ്മൾ താഴെയുള്ളവരെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതം അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കുക. കാരണം നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ജീവിത രീതിക്ക് അനുസരിച്ചിട്ട് തന്നെ ജീവിച്ച് നോക്കുക. അപ്പോഴുള്ളൂ നമുക്കും തന്നെ സമാധാനവും നല്ല സന്തോഷവും കിട്ടുക. പിന്നെ നമ്മൾ ദൂരത്തായിട്ട് ജീവിക്കുമ്പോൾ അത് നമ്മൾ ഇക്കമാരെ ബാധിക്കും, അവർക്ക് ടെൻഷനാവും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അവർ തരുന്ന അവരുടെ സാമ്പത്തികത്തിനനുസരിച്ചും അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കനുസരിച്ചും നമ്മൾ മിതമായിട്ട് ഇങ്ങനെ ജീവിച്ച് പോരുക. അപ്പോൾ തന്നെയാണ് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ഉന്നതിയിലെത്തുക കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത രീതി നല്ലോണം സൂപ്പറായിട്ട് തന്നെ പോകണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് തന്നെ ജീവിക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മളും തന്നെ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടത അനുഭവിച്ചതായിരിക്കും. അന്നൊക്കെ വിചാരിക്കും നമ്മൾ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ അന്നൊക്കെ ചിന്തിക്കും നമ്മളെന്താ ഇങ്ങനെയെന്നുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് മാറ്റം വന്നാൽ നമ്മൾ വിചാരിക്കണം അന്ന് അത്ര ഉള്ളല്ലോ, അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എത്തിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയിട്ട് നമ്മുടെ ജീവിതം സൂപ്പറാക്കാൻ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിന് നമ്മളാണ് നല്ല അടിസ്ഥാനം, നമ്മളാണ് എല്ലാത്തിനും എന്താ പറയുക ദൃഢത നൽകുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും നല്ല റോള് നമുക്കാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ റോള്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ വീടിൻ്റെ കൈകാര്യത്തിലും നമ്മൾ എങ്ങനെ സന്തോഷത്തിൽ പെരുമാറുന്നോ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും തന്നെ ഒരു വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷം മാറിപ്പോകുന്നത്. എപ്പോഴും ഒച്ചപ്പാടും ബഹളവും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒരു വീട്ടിൽ ഒരിക്കലും ഒരു എന്താ പറയുക സമാധാനത്തിൻ്റെ ജീവിതം നമുക്ക് കിട്ടിപ്പോരില്ല. അത് വെച്ചിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചിട്ട് നല്ല എപ്പോഴും മുഖത്ത് സന്തോഷം
വെച്ച് എല്ലാവരും വരുമ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ആര് വരികയാണെങ്കിലും സന്തോഷത്തോടെയുള്ള മുഖം കാണിച്ചു കൊടുക്കുക. നമ്മൾ അവർക്ക് നമ്മളെ വീട്ടിലില്ലത് എന്താണോ അത് എടുത്ത് കൊടുക്കാൻ നോക്കട്ടോ. നമ്മൾ ഗസ്റ്റുകളാണെന്ന് വിചാരിച്ച് അവർക്ക് അത് കൊടുക്കാനില്ലല്ലോ എന്നൊന്നും വിചാരിക്കാതെ നമ്മളെ വീട്ടിൽ എന്താണോ അപ്പോൾ ഉള്ളത് അത് വെച്ചിട്ട് അവരെ സ്വീകരിക്കാൻ നോക്കുക. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന സൽക്കാരത്തേക്കാൾ സന്തോഷമായിരിക്കും നമ്മുടെ സന്തോഷമുള്ള മുഖം കാണുന്നത്. അത് നമ്മൾ മറക്കാതിരിക്കട്ടോ. അങ്ങനെ നമുക്ക് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുടുംബജീവിതം സൂപ്പറായി കൊണ്ടുനടക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇല്ല ജീവിതം പടച്ചോന് കുറഞ്ഞ ടൈമുള്ള ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്തായാലും ജീവിച്ച് തീരന്നെ വേണം. അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സന്തോഷമുണ്ടാവാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്ത് വന്നാലും അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക. കാരണം നമ്മളെ രീതിയിലാവുമ്പോൾ അത് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തിട്ട് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക അതിന് പരിഹാരം. അല്ല മറ്റു മതസ്ഥരാണെന്നുണ്ടെങ്കിൽ അവർ അമ്പലങ്ങളിൽ പോയിട്ടും അവർക്ക് എവിടെയാണോ അവരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ അവിടെ പോയിട്ടും ഒക്കെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ അവരുടെ ദൈവത്തോട് തുടർന്ന് പറഞ്ഞ് അതിൽ നിന്നും എന്താ പറയുക സമാധാനം ലഭിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൊച്ചു ജീവിതം അഡ്ജസ്റ്റ് ആക്കി മുന്നോട്ട് പോകുക. ഏറ്റവും സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കുടുംബജീവിതം വിജയിക്കൂട്ടോ. കാരണം വിജയിക്കാതിരിക്കില്ല. കാരണം നമ്മുടെ സമാധാനത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്ന കുറച്ചും കുട്ടികളും നമ്മുടെ ഇക്കമാരും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ നോക്കുക. അവരുടെ കഷ്ടപ്പാടാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സുഖസുന്ദരമായ ജീവിതം ഉള്ളത് നമ്മൾ മറക്കാതിരിക്കട്ടോ. കാരണം അവർ കഷ്ടപ്പെട്ടിട്ട് അവർ കൊണ്ടുതരുന്ന ഭക്ഷണങ്ങളും ഡ്രസ്സുകളും അവരുടെ പൈസ ഉപയോഗിച്ചിട്ടുള്ള ജീവിത രീതിയും നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ നോക്കട്ടോ. അല്ലാതെ മറ്റുള്ളവരുടെ ആർഭാരം കണ്ട് അതേപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ജീവിക്കാൻ നോക്കട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിൽ കൊണ്ടുപോകാനുള്ള ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ. കാരണം ഒരുപാട് ടിപ്സുകളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റബിൾ ആക്കിയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുന്ദരമാകട്ടോ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അതേപോലെ പകർത്തി നമുക്കും അങ്ങനെ വേണമെന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ജീവിതം ആകെ താളം തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഒതുങ്ങി ജീവിക്കുക എന്നല്ല, നമ്മളായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ നമ്മളായി ജീവിക്കുക. നമ്മളെ ദേഷ്യവും സങ്കടങ്ങളും കുറച്ചൊക്കെ ഒതുക്കുക, കുറച്ചൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുക. അത് വെച്ചിട്ട് കുടുംബ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലുള്ള കച്ചറകളും ബഹളങ്ങളും നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരാൾ സമാധാനത്തിൽ സംസാരിക്കുക. അല്ല നമ്മൾ മിണ്ടാതിരിക്കുക. എന്നാലും വേണ്ടിയില്ല 5 മിനിറ്റ് നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മിണ്ടാതിരുന്നാലും തന്നെ ഒരുപാട് സമാധാനം ഉണ്ടാവും. എതിര് പറഞ്ഞ് ജീവിക്കാതിരിക്കുക. ഒന്നൊരാൾ പറയുമ്പോൾ നമ്മൾ 2 പറഞ്ഞ് ശീലിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമുക്കും തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. കാരണം നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷത്തിലാവണ്ടേ, അങ്ങനെ ചിന്തിച്ച് നോക്കുക. കാരണം നമുക്കും തന്നെ നമ്മുടെ ജീവിതം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കഴിയണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ കാരണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം നല്ല കുളിക്കുന്നത് വരെ കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ലോഹറൊക്കെ ആകുമ്പോൾ കുളിച്ച് കയറും. അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കി റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആവും. ഇത് നമ്മൾ ഈ ജോലികളൊക്കെ നമ്മൾ ലോഹർ ബാങ്ക് അതായത് 12ൻ്റെ മുന്നേ തീർത്ത് നമ്മൾ 12:30 ആകുമ്പോഴത്തേക്കും കുളിക്കാൻ നിൽക്കലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ പിന്നെ ഇക്ക വരുമ്പോഴത്തേക്കും നമുക്കും തന്നെ ഫ്രീ ആയി സന്തോഷത്തോടെ നിൽക്കാൻ കഴിയും കേട്ടോ. അതിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുത്താലും ഈ ടൈം ആകുമ്പോഴത്തേക്കും പണി തീരാൻ നോക്കലുണ്ട്. ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാലും മിക്കവാറും സമയം അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങളും തന്നെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ജോലി നിങ്ങൾ നേരത്തെ എണീറ്റിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് നേരത്തെ നീറ്റിട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. എന്നാൽ നിങ്ങൾക്കും തന്നെ ഫ്രീ ടൈമും ഒക്കെ കിട്ടും. അപ്പോൾ കുറഞ്ഞ സമയത്ത് നമുക്ക് മൊബൈൽ നോക്കിയേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേ, ഖുർആൻ ഓതേ, അങ്ങനെയൊക്കെ നമുക്ക് എന്താ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അതേപോലെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്ത് തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്